ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോണി മോറിസൺ എഴുതിയ പ്ലേയിങ് ഇൻ ദ ഡാർക്ക് വൈറ്റ്നസ് ആൻഡ് ലിറ്റററി ഇമാജിനേഷൻ ചാപ്റ്റർ 1 എന്ന പ്രോസാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഓതറിനെ കുറിച്ച് പറയുമ്പോൾ ടോണി മോറിസൺ ജനിച്ചത് 1931 ഫെബ്രുവരി 18 അമേരിക്കയിലാണ്. മോറിസൺ ഒരു പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റും പ്രൊഫസറും എഡിറ്ററും ആയിരുന്നു. മോറിസണിൻ്റെ റൈറ്റിംഗ്സിൽ കറുത്ത അമേരിക്കൻ ജനങ്ങളുടെ ജീവിതം, വേദന, അഭിമാനം, ഐഡൻറ്റിറ്റി എന്നിവയൊക്കെ പ്രധാനമായിരുന്നു. മോറിസണിൻ്റെ പ്രധാന റൈറ്റിംഗ്സാണ് ദ ബ്ലൂവസ്റ്റ് ഐ, സോങ് ഓഫ് സോളോമാൻ, ബിലവ്ഡ്, പ്ലേയിങ് ഇൻ ദ ഡാർക്ക്, വൈറ്റ്നസ് ആൻഡ് ലിറ്റററി ഇമാജിനേഷൻ എന്നതൊക്കെയാണ്. ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയാണ് ടോണി മോറിസൺ. ടോണി മോറിസൺ തൻ്റെ എഴുത്തിലൂടെ കറുത്തവരുടെ ശബ്ദം ലോക സാഹിത്യത്തിൽ കേൾപ്പിച്ച എഴുത്തുകാരിയായിരുന്നു. മോറിസൺ ലിറ്ററേച്ചറിലൂടെ സൊസൈറ്റിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച ശക്തമായ ശബ്ദമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മറിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ സമ്മറിയിലേക്ക് പോകുമ്പോൾ പ്ലേയിങ് ഇൻ ദ ഡാർക്ക് വൈറ്റ്നസ് ആൻഡ് ലിറ്റററി ഇമാജിനേഷൻ ചാപ്റ്റർ 1, ഇതിന് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മളിവിടെ ചാപ്റ്റർ 1 ആണ് പറയാൻ പോകുന്നത്. ചാപ്റ്റർ 1ൻ്റെ നെയിം എന്ന് പറയുന്നത് ബ്ലാക്ക് മാറ്റേഴ്സ് എന്നാണ്. ഈ ബ്ലാക്ക് മാറ്റേഴ്സ് എന്ന ടൈറ്റിലിന് 2 മീനിങ് ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന്, ബ്ലാക്ക് അഥവാ കറുത്തവർ സാഹിത്യത്തിൽ പ്രധാനമാണ്. 2, ബ്ലാക്ക് മാറ്റേഴ്സ് എന്നത് കറുത്തവർ ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന അർത്ഥത്തിലും പറയുന്നു. അതുകൊണ്ട് ഈ പേരിൽ തന്നെ 2 മെസ്സേജ് ഉണ്ട്. കറുത്തവർ സാഹിത്യത്തിൽ ഉള്ളതും അവരുടെ കഥകൾ പ്രധാനവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ടോണി മോറിസൺ പറയുന്നു, അമേരിക്കൻ ലിറ്ററേച്ചർ എല്ലാം വെളുത്ത എഴുത്തുകാരുടെ കാഴ്ചപ്പാടിലാണ് ഉണ്ടായത് എന്ന്. മോറിസൺ ചോദിക്കുന്നു, അമേരിക്കൻ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ബ്ലാക്ക്നെസ്സും വൈറ്റ്നെസ്സും ഉണ്ടായത് എന്നാണ്. The construction of blackness in literature entails the construction of whiteness. വെളുപ്പിനെ മനസ്സിലാക്കാൻ അവർ കറുപ്പിനെ കഥകളിൽ യൂസ് ചെയ്തു. കറുത്തവർ അതിലുണ്ടെങ്കിലും അവരെ ശരിയായ രീതിയിൽ കാണിക്കുന്നില്ല. അമേരിക്കയിലെ എഴുത്തുകാരൊക്കെ സ്വാതന്ത്ര്യത്തിനെ പ്രശംസിക്കുന്നു. പക്ഷേ അവരുടെ ചരിത്രം എന്ന് പറയുന്നത് സ്ലേവറിയായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാതന്ത്ര്യത്തിനെ പറ്റി എഴുതുമ്പോൾ അടിമകളുടെ ഷാഡോ അവിടെ കാണാം എന്ന് പറയുന്നു. അതുപോലെ ലിറ്ററേച്ചറിൽ ഡാർക്ക്നെസ്സിനെ പറ്റി എഴുതുമ്പോൾ കറുത്തവരെയാണ് സൂചിപ്പിക്കുന്നത്. പല വെളുത്ത എഴുത്തുകാരും കറുത്ത കഥാപാത്രങ്ങളെ നേരിട്ട് എഴുതാറില്ല. പക്ഷേ അവരുടെ കഥകളിൽ എപ്പോഴും കറുത്തവരുടെ ഷാഡോ ഉണ്ട് എന്ന് പറയുന്നു. എഴുത്തുകാർ കറുത്തവരെ ഷാഡോ പോലെയാണ് കാണുന്നത്. അവരെ റൊമാൻസിങ് ദ ഷാഡോ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. വെളുത്ത ക്യാരക്ടറിനെ വളരെ നല്ലവനായി കാണിക്കാൻ ബ്ലാക്ക് ക്യാരക്ടറിനെ അവർ യൂസ് ചെയ്യുന്നു എന്നും ഇവിടെ പറയുന്നു. ഇതിൽ ടോണി മോറിസൺ ഒരു പുതിയ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കനിസ്റ്റ് പ്രസൻസ് എന്ന വേർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കഥയിൽ കറുത്തവരെ നേരിട്ട് കാണിക്കാതെ അവരുടെ ഷാഡോ ഇവിടെ കാണിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കഥയിൽ വൈറ്റ് ക്യാരക്ടർ വളരെ ഇന്നസെൻ്റ് ആയിട്ട് കാണിക്കും. പക്ഷേ അതിൻ്റെ പുറകെ ഒരു ബ്ലാക്ക് ഷാഡോ നമുക്ക് കാണാൻ കഴിയും. അതായത് ആ കഥയിൽ കറുത്തവരുടെ ബ്ലാക്ക് പ്രസൻസും നമുക്ക് കാണാൻ കഴിയും എന്നിവിടെ പറയുന്നു. മോറിസൺ പറയുന്നു, പല ക്രിട്ടിക്സും പറയാറുണ്ട് അമേരിക്കൻ ലിറ്ററേച്ചറിൽ റേസിനോട് ബന്ധമില്ല എന്ന്. പക്ഷേ അത് തെറ്റാണ്. റേസിനെ കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കുന്നത് തന്നെയാണ് ഇവിടെ റേസ് എന്ന് പറയുന്നത്. മോറിസൺ പറയുന്നു, ബ്ലാക്ക്നെസ് എന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ അവശ്യ അംഗമാണ്. അത് മറയ്ക്കുന്നതല്ല, അതായത് മറച്ചു വെക്കുന്നതല്ല. അതിനെ മനസ്സിലാക്കിയാണ് സാഹിത്യത്തെ ശരിയായി വായിക്കേണ്ടത് എന്നാണ്. White American literature is built on the idea of black presence. Without that shadow, the light of whiteness cannot shine.
അതായത് വെളുത്ത സാഹിത്യത്തിൻ്റെ പ്രകാശം ബ്ലാക്ക്നെസ്സിൻ്റെ നിഴൽ ഇല്ലാതെ പ്രകാശിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ ശരിയായി മനസ്സിലാവണമെങ്കിൽ വെളുപ്പിൻ്റെ കഥ മാത്രമല്ല കറുപ്പിൻ്റെ ഷാഡോ കൂടി പഠിക്കണം എന്നാണ്. അമേരിക്കക്കാർ വെളുപ്പിനെ ഉയർത്തിപ്പിടിക്കുന്നു, പക്ഷേ കറുപ്പില്ലാതെ വെളുപ്പുണ്ടാവില്ല. ലിറ്ററേച്ചറിനെ മനസ്സിലാക്കണമെങ്കിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ബന്ധം പഠിക്കണം എന്ന് ടോണി മോറിസൺ ഇവിടെ പറയുന്നു. അപ്പോൾ ചാപ്റ്റർ 1 ഇത്രയേ ഉള്ളൂ. താങ്ക് യു.